ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പി കെ ശശിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച DMF പാലക്കാട് മണ്ഡലം കമ്മിറ്റിയിലെ നേതാക്കൾ വീണ്ടും CPIM-ൽ. DMF പാലക്കാട് മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് റാസിഖ്, മണ്ഡലം പ്രസിഡന്റ് സെലീന BV അടക്കമുള്ളവരാണ് CPIM-ൽ തിരിച്ചെത്തിയത്. CPIM ജില്ലാ നേതൃത്വവുമായി കലഹിച്ച് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചെന്ന് പ്രഖ്യാപിച്ച അബ്ദുൾ ഷുക്കൂറും തിരിച്ചെത്തി. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചായിരുന്നു അബ്ദുൾ ഷുക്കൂർ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. CPIM പാലക്കാട് ജില്ലാ നേതൃത്വത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായതായി അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. അതാണ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം. തെറ്റുകൾ മഹാഭൂരിപക്ഷവും തങ്ങളുടെ ഭാഗത്തായിരുന്നു. നേതൃത്വത്തോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ചു. താൻ കാരണം പാർട്ടി വിട്ടവരും ഇപ്പോൾ തനിക്കൊപ്പം പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഒറ്റക്കെട്ടായി CPIM-നൊപ്പം പ്രവർത്തിക്കുമെന്നും അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. പാർട്ടിയിലേക്ക് തന്നെ പോയവരും എല്ലാവരും, അതായത് ആ പ്രദേശത്തുള്ള എല്ലാവരും പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വന്നു പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ പി കെ ശശിയും അബ്ദുൾ ഷുക്കൂറും പലയിടത്തിൽ വെച്ച് ചർച്ച നടക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്ത അത്തരത്തിൽ DMF-ലേക്ക് ഷുക്കൂറും പോകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഇതുവരെ പാർട്ടിയിൽ ഞാൻ DMF-ന്റെ ഔദ്യോഗികമായ സ്ഥാനം ഞാൻ പഠിച്ചിട്ടില്ല. പാർട്ടിയിൽ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് സംസാരിച്ചു പാർട്ടി നേതൃത്വത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തിരിച്ചു അതെല്ലാം തീർത്തിട്ടില്ല. എനിക്ക് ഇതിലൊന്നും പറയാനില്ല. പാർട്ടിയോടൊപ്പം DMF-ന്റെ മണ്ഡലം സെക്രട്ടറി ആക്കി എന്തുകൊണ്ടാണ് ഇപ്പോൾ DMF വേണ്ട വെച്ച് വീണ്ടും CPIM-ലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്? DMF CMP-യിൽ ലയിച്ചു ഇടതുപക്ഷമാണല്ലോ. പാർട്ടിയല്ല, പാർട്ടി ജില്ലാ സെക്രട്ടറി ചില പ്രശ്നമുണ്ടായിരുന്നു, അത് അവസാനിക്കുക. അതിനിടയിൽ ഇപ്പോൾ CMP പോയതുകൊണ്ട് വലതുപക്ഷത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. കൂട്ടുപിനും അത് വന്നിട്ടില്ല. പാർട്ടിക്കാരൻ നിൽക്കണം. എന്നാൽ അതിന് ഭാഗമായിട്ട് പോയി ചെറിയ പണക്കിന്റെ പേരിൽ എന്താ ചോദിക്കാൻ സാധിക്കില്ല. നമുക്ക് CPIM വിട്ട ആൾക്കാർ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവസാനം പോയത് രണ്ട് വർഷത്തിലേക്കാണ്, CMP-യിലേക്കാണ്. രണ്ട് വർഷം കമ്മ്യൂണിസ്റ്റിലേക്ക് പോകണം, രണ്ട് വർഷം മൊത്തത്തിൽ പോകണം. പാർട്ടിയായിട്ട് ഞങ്ങളുടെ തെറ്റ് തിരുത്തി, മൊത്തത്തിൽ എല്ലാം തെറ്റ് തിരുത്തി. അങ്ങനെയൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ പാർട്ടിയില്ല, അതിനൊന്നും ആവശ്യമില്ല. രേഖാമൂലം അങ്ങനത്തെ കാര്യമില്ല. തെറ്റിദ്ധാരണകൾ അങ്ങോട്ട് കൊണ്ടുണ്ടാകുന്നത് കഴിഞ്ഞു. അന്ന് നിങ്ങളുടെ കൂടെ DMF-ലേക്ക് വന്ന മുഴുവൻ ആളുകൾക്ക് തിരിച്ച് CPIM-ലേക്ക് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. കൂടെ പോയ എല്ലാവരും, അതാണ് ഞങ്ങളുടെ ചോദ്യം. കൂടെ പോയ എല്ലാവരും തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതെ അതെ അതെ, കൂടെ പോയ എല്ലാവരും തിരിച്ചു പോയി. പാർട്ടി DMF-ലെ എല്ലാവരും പോയിട്ടുണ്ട്. തെറ്റിദ്ധാരണ പുറത്ത് പോയാണ് പാർട്ടിയിൽ ഓക്കെ. പിന്നെ തറവാടല്ലേ പാർട്ടി എന്ന് പറയുന്നത്, ഞങ്ങളുടെ തറവാടല്ലേ. തറവാട്ടില് ചെറിയ പൊട്ടലും ചുറ്റലൊക്കെ ഉണ്ടാവുമല്ലോ, പണക്കം ഉണ്ടാവും. തിരുത്തി തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. CPIM നേതൃത്വവുമായുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെയും അച്ചടക്ക നടപടികളെയും തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷമായിരുന്നു പി കെ ശശിയുടെ നേതൃത്വത്തിൽ DMF രൂപീകരിച്ചത്. യഥാർത്ഥ ഇടതുപക്ഷ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ശക്തമായൊരു രാഷ്ട്രീയ ബദലാണ് DMF ലക്ഷ്യമിടുന്നതെന്ന് പി കെ ശശി പറഞ്ഞിരുന്നു. അതേസമയം CMP-യും DMF-ഉം തമ്മിലുള്ള ലയനം ഈ മാസം 17-ന് നടക്കും. തൃശ്ശൂരിലായിരിക്കും ലയന പരിപാടികൾ നടക്കുക. CMP സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി പി കെ ശശിയെ പ്രഖ്യാപിക്കുമെന്ന് CMP ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായ CP ജോൺ പറഞ്ഞിരുന്നു. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.